ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ശ്രുതിനെയും കൊണ്ട് ബ്യൂട്ടി പാർലറിൽ പോണെന്ന് പറഞ്ഞിട്ട് മനോരമ അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. ആ സമയത്ത് അഞ്ജലി പറയണ്ട്, എന്തായാലും നിനക്ക് ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ ശ്രുതി ബ്യൂട്ടി പാർലറൊക്കെ പോവാൻ, നല്ല കാര്യ. നാളെ കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞം വരുമ്പോഴേക്കും അവൻ നിന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കായിരിക്കും. അപ്പൊ കുറച്ച് സുന്ദരിയായിട്ടിരിക്കാന്നൊക്കെ നിനക്ക് തോന്നിക്കാണോല്ലേ. എന്തായാലും കൊള്ളാം ശ്രുതി, അവൻ വരുമ്പോ ഞെട്ടണം. ആന്റി ഇവിടെ പുതിയ മേക്ക് ഓവർ ഒക്കെ ചെയ്തിട്ട് കൊണ്ടുപോട്ടോ. അതെന്താ ബേബി, നോക്കിക്കോ ശ്രുതി നല്ല സുന്ദരി കുട്ടപ്പിയാക്കിയിട്ട് ഞാൻ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് മനോരമ ശ്രുതിയുടെ കയ്യും പിടിച്ചിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങാണ്. അവര് പോണത് വേറെ എവിടെയല്ല, ശ്രുതി ഇന്നലെ പറഞ്ഞ സ്ഥലത്തേക്കാണ് മനോരമനെയും കൂട്ടിക്കൊണ്ട് പോണത് കേട്ടോ. അതായത് അശ്വിന തട്ടിക്കൊണ്ട് പോയെന്ന് ശ്രുതി പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെ മനോരമനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ആ സ്ഥലം കാണുമ്പോ മനോരമ പറയുന്നുണ്ട്, ശ്രുതി ഇത് തന്നെയാണോ സ്ഥലം? ഇതൊരു ഗോസ്റ്റ് ഹൗസ് പോലെ ഉണ്ടല്ലോ, ഇത് പ്രേതാലയമാണോ എന്ന് ചോദിക്കുകയാണ്. അയ്യോ ആന്റി ഇവിടെ തന്നെയാ, അല്ലെങ്കിൽ തട്ടിക്കൊണ്ട് പോണ ആൾക്കാർ നല്ല ബിൽഡിങ്ങിൽ എങ്ങാനും വെക്കോ? ആളൊഴിഞ്ഞ ഇതുപോലത്തെ ചീത്ത ബിൽഡിങ്ങിലേ വെക്കുള്ളൂ. ഈശ്വര, ഞങ്ങളുടെ അശ്വിൻ ബേബി ഈ സ്ഥലത്താണല്ലോ കൊണ്ടേ കിടക്കണത്. അല്ല ഇന്നലെ ആ ദുഷ്ടന്മാര് അശ്വിൻ മോന്റെ മേത്ത് കൈവച്ചായിരുന്നു ശ്രുതി. കൈവച്ചോന്നോ? അശ്വിൻ സാറിനെ നല്ല രീതിയിൽ അടിച്ച് പരത്തി അവര് എന്ന് പറയാണ്. എന്റെ ബേബി, എനിക്കിത് കാണാനും കേൾക്കാനും വയ്യ. ശ്രുതി നീ വാ, നമുക്ക് അവിടേക്ക് ഒന്ന് അന്വേഷിച്ചു നോക്കാം എന്ന് പറയണം. അങ്ങനെ അവിടെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഒന്നും തന്നെ കാണുന്നില്ല കേട്ടോ. അപ്പൊ മനോരമ പറയണ്ട്, ശ്രുതി നീ ഇവിടെ തന്നെയാണോ അശ്വിൻ കുഞ്ഞിനെ കണ്ടത്? എന്നിട്ട് അവൻ ഇവിടെ ഒന്നും ഇല്ലല്ലോ എന്ന് പറയാണ്. അതെ ആന്റി, ഇവിടെ തന്നെയാ കണ്ടത്. ഓ ആന്റി, നമുക്കൊരു മണ്ടത്തരം പറ്റി. എന്താ അത്? ഞാൻ ഇന്നലെ ഈ സ്ഥലം കണ്ടതല്ലേ, അതുകൊണ്ട് അവരെങ്ങനെയാ ഇവിടെ ഇനി അശ്വിൻ സാറിനെ വെക്കുക? അവർ മിക്കവാറും ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടാവും എന്ന് പറയാണ്. അപ്പോഴാണ് അവർ നിലത്ത് നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കണം കേട്ടോ. മുകളിൽ ഒരു പലക എടുത്തിട്ട് ശ്രുതിയുടെ തലയിൽ എറിയാൻ പോണ ദുഷ്ടന്മാർ, അതായത് ആ ഗുണ്ടകള്. പക്ഷെ മനോരമയുടെ തലയിലേക്കാണ് അത് വീഴാൻ പോയിട്ടോ. ശ്രുതി പെട്ടെന്ന് മുകളിലേക്ക് നോക്കുമ്പോ ആ പലക കഷ്ണം നിലത്തേക്ക് വീഴാൻ പോവാണ്. അത് കനമുള്ള പലകയാട്ടോ ഹിന്ദിയിൽ കാണിക്കണ. ഇതില് അത്ര കനമില്ല, എന്നാലും തലയെ വീണ ചത്തുപോകും, ആ രീതിയാണ്. അപ്പൊ മനോരമയുടെ തലയെ വീഴാൻ പോകുമ്പോൾ തന്നെ ശ്രുതി പെട്ടെന്ന് മനോരമയെ പിടിച്ചു മാറ്റുകയാണ്. അതുകൊണ്ട് മനോരമ രക്ഷപ്പെടുവാണ്. അങ്ങനെ അവർ ഇനി എങ്ങനെ അശ്വിനെ കണ്ടുപിടിക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ടാറ്റു, അതായത് അശ്വിൻ അവിടെ വെച്ചിങ്ങനെ സ്ഥലം മാറ്റാനൊക്കെ ഇവർ കാണുന്നൊക്കെ ചെയ്യും കേട്ടോ. അത് മാത്രമല്ല, അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുക വെച്ചാൽ ഈ ടാറ്റു അടിച്ച വേറൊരാളെ ശ്രുതി കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ ശ്രുതി എന്താ വെച്ചാല് ശ്രുതി അയാളെ പുറകിലേക്ക് വീണ്ടും പോകുകയാണ് അയാളെ കണ്ടുപിടിക്കേണ്ടത്. ശ്രുതി മാത്രമല്ല മനോരമയും പോകുന്നുണ്ട്. അങ്ങനെ അയാളെ വീട്ടില് പെടുന്നുണ്ട്. അയാളെ വീട്ടിൽ വെച്ചിട്ടാണ് പിന്നീട് അശ്വിൻ എവിടെയാണെന്ന് ഈ ശ്രുതി കണ്ടുപിടിക്കുന്നത്. പക്ഷെ ഇതിലിപ്പോ സച്ചിയുടെ ഹെൽപ്പ് ശ്രുതി ചോദിച്ചിട്ടുണ്ട്. അതായത് എവിടെ വെച്ചിട്ട് അശ്വിനെ അവർ പൊക്കിക്കൊണ്ട് പോണത് കാണുന്നുണ്ടല്ലോ. അങ്ങനെ കണ്ടു കഴിയുമ്പോഴേക്കും ശ്രുതി എന്താ വെച്ചാൽ സച്ചിനെയാണ് വിളിക്കുന്നത്, ചെമ്പനൂർ പൂവില്. അപ്പൊ സച്ചിനെ വിളിക്കുന്നുണ്ട്. അപ്പൊ സച്ചി ശ്രുതി എന്ന് പറയുമ്പോഴേക്കും സച്ചിയേട്ടാ, എനിക്ക് സച്ചിയേട്ടന്റെ ഹെൽപ്പ് വേണം. എന്തു പറ്റി ശ്രുതി? എന്താ ഇതിൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് വലിയ പ്രശ്നമാണ്. എന്താണെങ്കിലും പറഞ്ഞല്ലോ, സച്ചിയേട്ടൻ ഫ്രീ ആണോ? അതെ ഫ്രീ ആണ്, പക്ഷെ അവിടെയും വരെ വരാൻ പറ്റുമെന്ന് അറിയില്ല ശ്രുതി. സാരില്ല, സച്ചിയേട്ടൻ ഇവിടെ വരട്ടെ, ഫോണിൽ കൂടി പറയാം. ശരി പറ എന്ന് പറയാണ്. അങ്ങനെ ശ്രുതി നടന്ന കാര്യങ്ങളൊക്കെ സച്ചിയെടുത്ത് പറഞ്ഞു. ഇങ്ങനെ എയർപോർട്ടിൽ പോയതാണ്, പിന്നെ ഗുണ്ടകൾ ഇങ്ങനെ പിടിച്ചു പോയതാണ് അറിയണത്. അപ്പൊ ഇവിടെ വരെയുള്ള കാര്യങ്ങളൊക്കെ സച്ചിയെടുത്ത് പറയുന്നുണ്ട്. അപ്പൊ സച്ചി പറഞ്ഞു, ശ്രുതി നീ വിഷമിക്കേണ്ട, അശ്വിൻ സാർ ഈ ലൊക്കാലിറ്റി തന്നെയാണ് ഉണ്ടെങ്കിൽ നീ പേടിക്കേണ്ട, ഞാൻ നോക്കിക്കോളാം. ഈ ഭാഗത്തെ എല്ലാ സ്ഥലങ്ങളും ഒരുവിധം എനിക്ക് അറിയാവുന്നതാണ്. മാത്രമല്ല ഗുണ്ടകളെയൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് നീ ടെൻഷൻ ഒന്നും ആവണ്ട. അശ്വിൻ സാർ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ ഇന്നത്തെ ദിവസം തന്നെ അശ്വിൻ സാറിനെ കണ്ടുപിടിച്ചിരിക്കും എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതെ സച്ചിയേട്ടാ, വേറൊരു സംഭവം കൂടി എനിക്ക് പറയാനുണ്ട്. എന്താ? അവരെ ഗുണ്ടകൾക്കുള്ള എന്തെങ്കിലും തെളിവോ അവരുടെ അടുത്തേക്ക് പെട്ടെന്ന് എത്താനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു മാർഗോ വഴിയോ നിന്റെ അടുത്ത് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്. അതിലെ ഗുണ്ടകളുടെ കയ്യിൽ ഈ ടാറ്റു ഒട്ടിച്ചിട്ടുണ്ട് എന്ന് പറയാണോ? ടാറ്റുവോ? അതെ, ഒരു ടാറ്റു ഉണ്ട്, അതൊരു പ്രത്യേകത ടാറ്റു ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സച്ചിയെടുത്ത് ആ ടാറ്റുയുടെ കാര്യമൊക്കെ പറയുമ്പോൾ സച്ചിക്ക് അത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഗുണ്ടകളുടെ കയ്യിൽ പൊതുവായിട്ട് ഈ ടാറ്റു ഉണ്ടെന്ന് സച്ചിക്ക് മനസ്സിലാവാട്ടോ. അങ്ങനെയാണ് ഈ ഗുണ്ടകളെ സച്ചി കണ്ടുപിടിക്കുന്നത് മാത്രമല്ല, പിന്നീട് അവിടെ ശ്രുതിയുടെ റോള് ഇല്ലെന്നാണ് തോന്നുന്നത് കേട്ടോ. മനോരമയും അതുപോലെ തന്നെ ശ്രുതിയും കൂടി ഇന്ന് കണ്ടില്ലേ അശ്വിനെ കയറ്റിക്കൊണ്ട് പോണത്, അവിടെയും വരെ ശ്രുതിയുടെ റോൾ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് അശ്വിനെ കണ്ടുപിടിക്കുന്നത് സച്ചി തന്നെയായിരിക്കും. പിന്നെ ഇതിന്റെ പുറകെ കളിക്കുന്നത് ശ്യാമാണ്. ശ്യാം പക്ഷേ ഇവർക്ക് മുഖം ഒന്നും കൊടുക്കുന്നില്ല. ഇപ്പൊ സച്ചിക്കാണെങ്കിലും ശ്രുതിക്കാണെങ്കിലും മനോരമക്കാണെങ്കിലും അശ്വിനാണെങ്കിലും പോലും മുഖം കൊടുക്കുന്നില്ല. അപ്പൊ ഇവര് ആരും അറിയുന്നില്ല ഇതിന് പുറകിൽ ശ്യാമാണെന്നുള്ള കാര്യം. പക്ഷെ ഇപ്പൊ അശ്വിൻ രക്ഷപ്പെട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇവര് വേറൊരു സ്ഥലത്തേക്കാണ് മാറ്റുന്നത്. ആ സ്ഥലത്തെത്തുമ്പോഴേക്കും ഈ ശ്യാം എന്താ ചെയ്യാൻ ഇരുട്ടായിരിക്കും കേട്ടോ. അവിടെ വെച്ചിട്ട് അശ്വിന്റെ നെഞ്ചത്തും മുഖത്തൊക്കെ കാലുകൊണ്ട് ചവിട്ടും. അതായത് എത്രയൊക്കെ ഉപദ്രവിക്കാവോ മാത്രം അശ്വിനെ ഉപദ്രവിക്കുന്നുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് അശ്വിന് 2-3 അടി കൊടുക്കുന്നുണ്ട് കേട്ടോ ശ്യാമിന്. ആ ദേശത്തെ ഗുണ്ടകൾ വീണ്ടും അശ്വിന്റെ കൈ രണ്ടും പിറകിലേക്ക് കെട്ടിയിട്ട് അശ്വിനെ അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ശ്യാമിന്റെ ഷൂവിലൊക്കെ അശ്വിന്റെ ചോരയുടെ പാടാവുന്നുണ്ട്. പക്ഷെ ശ്യാം അത് ശ്രദ്ധിക്കണമെന്നില്ല. ശ്യാം തിരിച്ച് വീട്ടിൽ ഒന്നും അറിയാത്ത പോലെ വരുവാട്ടോ. അപ്പൊ ശ്രുതിക്ക് അപ്പൊ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷെ കാലിന്റെ ചോരപ്പാട് ശ്രുതി കാണുന്നുണ്ട്. ശ്യാം ആണെങ്കിൽ
അത് റൂമിലെത്തി കഴിയുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ശ്യാം അത് തുടച്ചു കളയാൻ നോക്കുന്നുണ്ടെങ്കിൽ ചോരപ്പാടല്ലേ, പെട്ടെന്ന് പോവില്ലല്ലോ, അത് തേച്ച് ഉണക്കി തന്നെ കളയണം. അങ്ങനെ ശ്യാം അത് കളയാൻ നോക്കുമ്പോഴേക്കും ശ്രുതിക്ക് ഇത് മനസ്സിലാവാണ്. ശ്രുതി എന്താ ചെയ്യാച്ചാൽ ആ ചോരപ്പാട് അത് അശ്വിന്റെ തന്നെയാണോന്ന് ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി അഞ്ജലി എടുത്ത് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അല്ല അഞ്ജലി ചേച്ചിയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ എന്ന് ചോദിക്കുമ്പോൾ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്റെ AB ആണ് എന്ന് പറയാം, AB നെഗറ്റീവ് ആണെന്നെന്തോ പറയാണ്. ഓഹോ, അത് നല്ലൊരു ബ്ലഡ് ഗ്രൂപ്പ് ആണല്ലോ, അപ്പൊ അശ്വിൻ സാറിന്റെ സെയിം ബ്ലഡ് ഗ്രൂപ്പ് ആണോ എന്ന് ചോദിക്കുകയാണ്. അല്ലല്ല, അവന്റെ ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവ് ആണ് എന്ന് പറയാണ്. ഓ ശരി ശരി ശരി, അല്ല നീ ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ ചോദിച്ചേ? ഞാൻ വെറുതെ ചോദിച്ചതാ എന്ന് ശ്രുതി പറയണ്ട. അങ്ങനെ ശ്രുതി കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് ശ്യാമിന്റെ ഈ കാലിൽ പറ്റിയിരിക്കുന്ന രക്തപ്പാട് അത് ഈ O നെഗറ്റീവ് എന്ന് പറഞ്ഞ ബ്ലഡ് ആണെങ്കിൽ അത് അശ്വിനെ തല്ലിച്ചതച്ച പാടാണെന്ന് ശ്രുതിക്ക് മനസ്സിലാക്കാലോ. അതിനു വേണ്ടി ശ്രുതി എന്താ ചോദിച്ചാൽ എൻകെയുടെ സഹായം തേടാണ്. അങ്ങനെ എൻകെയുടെ അടുത്ത് ശ്രുതി എല്ലാ കാര്യങ്ങളും തുറന്നു പറയാട്ടോ. ഈ ശ്യാം അവരുടെ വീട്ടില്, അതായത് അവരുടെ വീട്ടിലെ ഒരു ഒരു പെയിൻ ഗസ്റ്റ് ആയിട്ട് നിന്നില്ല, ശ്രുതിനെ കല്യാണം ആലോചിച്ചത്, വിവാഹ നിശ്ചയം കഴിഞ്ഞതും ആയിട്ടുള്ള എല്ലാ കാര്യവും എനിക്ക് അടുത്ത് പറയണം. അപ്പൊ എനിക്കൊക്കെ അങ്ങനെ ആകെ ദേഷ്യം വരട്ടെ. പക്ഷെ ഈ ശ്യാം ചേട്ടൻ ഇത്ര വൃത്തികെട്ടവനാണോ? എനിക്ക് അയാളെ കാണുമ്പോൾ ദേഷ്യം വരുന്നു. ശ്രുതി നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോ അതെ, നമുക്ക് ഈ ബ്ലഡ് ഗ്രൂപ്പ് ആദ്യം അശ്വിന്റെ തന്നെയാണെന്ന് നോക്കണം. അങ്ങനെ ഇവരാണ് കണ്ടുപിടിക്കുന്നത് അശ്വിന്റെ തന്നെയാണ്. അത് മാത്രല്ല എനിക്ക് ശ്യാമിന്റെ റൂമിലേക്ക് കയറുന്നുണ്ട്. അപ്പൊ ശ്യാം അവിടെ പാസ്പോർട്ടിൽ ഒരു പുള്ളിക്കാരത്തിയായിട്ട് കുറച്ചൊരു ടൈപ്പ് ആകും. അപ്പൊ പുള്ളിക്കാരത്തി പറയാണ്, അശ്വിന്റെ പാസ്പോർട്ട് ഞാൻ നിനക്ക് തരാം, നീ അതില് അശ്വിൻ സ്വിറ്റ്സർലൻഡിലാണെന്നും ലണ്ടനിലാണെന്നൊക്കെ ഉള്ള ആ ഒരു രേഖകൾ പതിപ്പിക്കണമെന്ന് പറയാണ്. അതായത് അശ്വിൻ തിരിച്ചു വരുമ്പോ ഇവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എനിക്ക് ഇതെല്ലാം കേൾക്കുന്നത്. അപ്പൊ എനിക്കൊക്കെ മനസ്സിലാവും ഇയാള് ദുഷ്ടൻ തന്നെ, ഇയാൾക്കിട്ട് 2 കൊടുത്താലോ എന്ന് വരെ എനിക്ക് വിചാരിക്കുന്നുണ്ട്. പിന്നെ വേണ്ട, ആദ്യം അശ്വിൻ സേഫ് ആയിട്ട് ഇവിടെ എത്തണം. പിന്നീട് എനിക്കും കൂടി ശ്രുതിയുടെ കൂടെ സഹായത്തിന് നടക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതി ആണെങ്കിൽ ഒരു പെൻഡ്രൈവ് ഉണ്ട് ശ്യാമിന്റെ കയ്യില്, അത് എടുക്കാൻ വേണ്ടിട്ട് ശ്രുതി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ശ്യാമിന്റെ കുറച്ച് അടുപ്പം കാണിക്കുകയാണ്. അതായത് ശ്യാമായിട്ട് അതെ എനിക്ക് ഇഷ്ടമാണ്, നിങ്ങളായിട്ട് ഞാൻ ജീവിക്കാം, എനിക്ക് നിങ്ങളായിട്ടുള്ള ഒരു സത്യം ഒരു അവിഹിതത്തിന് താല്പര്യമാണ് എന്ന രീതിയിൽ കുറച്ചൊരു വൾഗറായിട്ട് രീതിയിൽ ശ്രുതി ഇങ്ങനെ പെരുമാറും. കാരണം ശ്യാമിനെ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് ഓവറായിട്ട് പെരുമാറുന്നത്. അപ്പോൾ ശ്യാമിനോട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ ഇഷ്ടമാണ് അഞ്ജലി ചേച്ചിനെ, നിങ്ങൾ ഡൈവേഴ്സ് ചെയ്താൽ ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. ശ്യാം അത് കേട്ട പാതി കേൾക്കാത്ത പാതി ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമാണ്. അത് ശ്രുതി വേറൊന്നുമല്ല, ശ്യാമിന്റെ കയ്യിൽ നിന്ന് ആ റൂമിൽ നിന്ന് രേഖകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി അങ്ങനെ ചെയ്യണത്. അങ്ങനെ ശ്രുതി അങ്ങനെയൊക്കെ ചെയ്യാട്ടോ. അങ്ങനെയാണ് ശ്രുതിക്ക് കുറേയേറെ ഹിന്റൊക്കെ കിട്ടുന്നത്. പക്ഷെ ഈ ശ്രുതി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മനോരമ ശ്രുതിനെ തെറ്റിദ്ധരിക്കുകയാണ്. ശ്യാമിനോട് ശ്രുതിക്ക് താല്പര്യം ഉണ്ടെന്ന് മനോരമ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനിടക്ക്. എല്ലാം കൂടി ആയിട്ടാണ് പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞത്, അതായത് ഇന്നലത്തെ റിവ്യൂ പറഞ്ഞില്ലേ, അതിൽ നടക്കുന്ന ഭാഗങ്ങളൊക്കെ ഇതിന് ശേഷം നടക്കണതാണ് കേട്ടോ. എന്തായാലും പ്രൊമോയില് കാണിച്ച ഇത്രമാത്രമേ ഉള്ളൂ. നമ്മുടെ അശ്വിനെ തട്ടിക്കൊണ്ടു പോന്ന് രക്ഷിക്കണ സച്ചിനെയാണ് ഇനി കാണിക്കാൻ പോണത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.